ഇന്നത്തെ കാലത്ത് ഒരാളെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. സാധാരണ നമ്മളെല്ലാവരും പറയും ഈ ഒരു കാര്യം. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ഒരാളെ പോലും വിശ്വസിക്കാതിരുന്നാൽ നമ്മൾ എങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കും? ഇതിനുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. ഒരു നഗരത്തിലെ ഒരു ക്ലീനിങ് തൊഴിലാളി അയാളുടെ ഭാര്യയെയും 3 മക്കളെയും അയാളുടെ നാട്ടിൽ വിട്ടിട്ടാണ് അയാൾ ഈ നഗരത്തിൽ ജോലിക്ക് വന്നത്. അയാളുടെ നാട് എന്ന് പറയുന്നത് ഒരു ഉൾഗ്രാമമായിരുന്നു. എത്ര ജോലി ചെയ്താലും കാര്യമായ ശമ്പളമൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് അയാൾ ഭാര്യയെയും മക്കളെയും പിരിഞ്ഞ് ഈ നഗരത്തിൽ ജോലിക്ക് വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും കാര്യമായൊന്നും സമ്പാദിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. റോഡരികിലുള്ള ഒരു കൊച്ചുമുറിയിലാണ് അയാൾ കഴിഞ്ഞിരുന്നത്. ആ നഗരത്തിൽ ജീവിക്കുക എന്നത് ചില വേറെയുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്നിട്ടും പറ്റാവുന്ന ജോലികളൊക്കെ ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൽ ഭക്ഷണത്തിന് മാത്രം എടുത്ത് ബാക്കിയുള്ളത് കുടുംബത്തിന് വേണ്ടി അയാൾ മാറ്റിവെച്ചു. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല, കുറച്ചുകൂടെ പണം ചേർത്ത് വെച്ച് അതും കൊണ്ട് നാട്ടിൽ പോയി അവിടെ സ്വന്തമായി എന്തെങ്കിലും തൊഴിൽ തുടങ്ങി കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്നതായിരുന്നു അയാളുടെ വലിയൊരു സ്വപ്നം. എങ്ങനെയെങ്കിലും ഒരു 2 വർഷം കൂടി കഷ്ടപ്പെട്ട് ആ പണം കൂടെ സമ്പാദിച്ച് അതുമായി നാട്ടിലേക്ക് പോകാം എന്ന് അയാൾ കരുതി. പക്ഷേ അയാളുടെ മനസ്സിൽ വലിയൊരു ഭയം ഉണ്ടായിരുന്നു. താൻ താമസിക്കുന്നത് ഒരു കൊച്ചുമുറിയിലാണ്. അതാണെങ്കിലോ ഒട്ടും സുരക്ഷിതമല്ല. താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുമോ എന്ന ഭയം അയാളുടെ ഉറക്കം കളഞ്ഞു. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുൻപ് പണം മാറ്റി മാറ്റി വേറെ വേറെ സ്ഥലങ്ങളിൽ വയ്ക്കും. പക്ഷേ എന്നിട്ടും അയാൾക്കതിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല. പണം സുരക്ഷിതമായി വയ്ക്കാനുള്ള സ്ഥലം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് അയാൾ വിചാരിച്ചു. തെരുവ് ക്ലീൻ ചെയ്യുമ്പോഴും വീടുകളിലേക്കും ഷോപ്പുകളിലേക്കും കുപ്പയെടുക്കാൻ പോകുമ്പോഴും ആളുകൾ ഇടയ്ക്കിടെ പറയുന്ന ഒരു പേര് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു: കാഡി. ആ നാട്ടിലെ ഏറ്റവും നീതിമാനായ മനുഷ്യൻ. അയാൾ വളരെ നല്ല മനുഷ്യനും മറ്റുള്ളവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്ന ആളാണെന്നും മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് തൊഴിലാളിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നതിന് മുൻപ് തൊഴിലാളി കാഡിയുടെ വീട്ടിലെത്തി. "സർ, ഞാനൊരു ദരിദ്രനാണ്. ഞാൻ ഈ നാട്ടിൽ പുതിയ ആളാണ്. എനിക്കിവിടെ ആരെ വിശ്വസിക്കണം വിശ്വസിക്കരുത് എന്നറിയില്ല. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും കേൾക്കുന്ന പേര് നിങ്ങളുടേതാണ്. അതുകൊണ്ടാണ് നിങ്ങളെ തേടി ഞാൻ വന്നത്. എനിക്കൊരു സഹായം ചെയ്യണം." തൻ്റെ കുടുംബത്തെക്കുറിച്ചും സമ്പാദ്യമുണ്ടാക്കാൻ താൻ പെട്ട കഷ്ടങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം കാഡിയുടെ കയ്യിൽ കൊടുത്ത് തൊഴിലാളി പറഞ്ഞു, "ഒരു 2 വർഷത്തേക്ക് നിങ്ങൾ ഈ സമ്പാദ്യം ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം" എന്ന്. കാഡിയും സമ്മതിച്ചു. അയാൾ മനസമാധാനത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഈ സംഭവം നടന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഗ്രാമത്തിലുള്ള 2 കൂട്ടുകാരെ ആ നഗരത്തിൽ വെച്ച് അയാൾ വളരെ യാദൃച്ഛികമായി കണ്ടുമുട്ടി. അവർ തിരിച്ച് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. കൂട്ടുകാർ അയാളോട് തങ്ങളോടൊപ്പം വരാൻ ആവശ്യപ്പെട്ടു. അതിന് അയാൾ പറഞ്ഞു, "ഇനിയൊരു 2 വർഷം കൂടെ ജോലി നോക്കിയിട്ട് കുറച്ചുകൂടെ സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് വേണം നാട്ടിലേക്ക് വരാൻ" എന്ന്. കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, "പണം അതെത്ര കിട്ടിയാലും മതി എന്ന് പറയാനുള്ള മനസ്സ് മനുഷ്യനുണ്ടാവില്ല. 2 വർഷം കഴിയുമ്പോൾ ഇനിയൊരു 2 വർഷം കൂടെ സമ്പാദിച്ചാൽ കുറച്ചുകൂടെ പണമുണ്ടാക്കാം എന്നായിരിക്കും ചിന്തിക്കുക. ഇങ്ങനെ പോയാൽ എപ്പോഴാണ് കുടുംബത്തോടൊപ്പം ജീവിക്കുക? ഉള്ള സമ്പാദ്യം കൊണ്ട് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ നോക്ക്." കൂട്ടുകാർ പറയുന്നത് കേട്ടപ്പോൾ അയാൾക്ക് ശരിയാണെന്ന് തോന്നി. അതോടെ നാട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം അയാൾക്കും വന്നു. കൂട്ടുകാരോട് കുറച്ചു നേരം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് തൻ്റെ സമ്പാദ്യം തിരിച്ചു വാങ്ങാനായി അയാൾ കാഡിയുടെ വീട്ടിലെത്തി. പക്ഷേ അവിടെ സംഭവിച്ചത് അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. "നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പണം ചോദിക്കുന്നത്? നിന്റെ കയ്യിൽ നിന്നെല്ലാം ആരെങ്കിലും പണം വാങ്ങുമോ? നിന്നെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ട് പോലുമില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ?" കാഡി ഉച്ചത്തിൽ ദേഷ്യത്തോടെ സംസാരിച്ചപ്പോൾ തൊഴിലാളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. തൻ്റെ സമ്പാദ്യം തിരിച്ചു തരാൻ പറഞ്ഞ് അയാൾ കാഡിയുടെ കാലിൽ വീണ് കരഞ്ഞു. കാഡി തൻ്റെ സെക്യൂരിറ്റിയെ വിളിച്ച് അയാളെ ഗേറ്റിന് പുറത്തേക്ക് തള്ളിയിട്ടു. ഒരു നാട് മുഴുവൻ നല്ലവൻ എന്ന് പറയുന്ന ഒരാൾ തന്നോടിത് ചെയ്തപ്പോൾ ഇനി ഇത് ആരോടാണ് പോയി പറയേണ്ടതെന്ന്
അയാൾക്ക് അറിയില്ലായിരുന്നു. ഇത് തൻ്റെ വിധിയാണ് എന്ന് മനസ്സിനെ സമാധാനിപ്പിച്ച് കൂട്ടുകാരെ അയാൾ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വീണ്ടും കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങി. താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമെല്ലാം നഷ്ടപ്പെട്ടതോർത്ത് തകർന്നു പോയ അയാൾ ഓരോ ദിവസവും കണ്ണീരോടെയാണ് കഴിഞ്ഞിരുന്നത്. ഒരിക്കൽ ഒരു പണക്കാരൻ്റെ വീട്ടിൽ കുപ്പയെടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ ആ തൊഴിലാളിയെ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മ അയാളെ വിളിച്ചു. ഞാൻ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വളരെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയുമാണ് ജോലികൾ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായി നിങ്ങളെ വളരെ വിഷമത്തോടെയാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചത്? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ആ അമ്മ അയാളോട് ചോദിച്ചു. കാഡിയെ വിശ്വസിച്ച് പണം കൊടുത്തതും കാഡി തന്നെ ചതിച്ചതും അയാൾ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ നിനക്ക് നിന്റെ പണം തിരികെ കിട്ടും. നാളെ രാവിലെ ഞാൻ കാഡിയുടെ വീട്ടിലേക്ക് പോകും. കൃത്യം 15 മിനിറ്റ് കഴിയുമ്പോൾ നീ അവിടേക്ക് വരണം. ആദ്യമായിട്ട് പണം തിരിച്ചു ചോദിക്കുന്നത് പോലെ നീ കാഡിയോട് പണം ചോദിക്കണം. അടുത്ത ദിവസം രാവിലെ തന്നെ ആ അമ്മ കാഡിയുടെ വീട്ടിലെത്തി. അമ്മ കാഡിയോട് പറഞ്ഞു, ഈ നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളെപ്പോലെ നീതിമാനായ മനുഷ്യൻ വേറെ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സഹായം തേടിയെത്തിയത്. എന്നെ നിങ്ങൾ സഹായിക്കണം. എൻ്റെ ഭർത്താവ് വലിയൊരു വ്യാപാരിയാണ്. അദ്ദേഹം അടുത്ത നാട്ടിലേക്ക് വ്യാപാര ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 2 ദിവസത്തിനുള്ളിൽ ഞാൻ പോകും. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല. എൻ്റെ കയ്യിൽ വില കൂടിയ ആഭരണങ്ങളുണ്ട്. ഇതെല്ലാം എവിടെ സുരക്ഷിതമായി വയ്ക്കും എന്നെനിക്കറിയില്ല. ഇത്രയും പറഞ്ഞ് ബാഗിലിരുന്ന സ്വർണവും വില കൂടിയ രത്നങ്ങളും കാഡിയുടെ മേശപ്പുറത്തേക്ക് വെച്ചു. ഈ സമയം തൊഴിലാളി ഉള്ളിലേക്ക് വന്നു. സാറിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തേൽപ്പിച്ച സമ്പാദ്യം തിരികെ വാങ്ങാനാണ് വന്നിരിക്കുന്നതെന്ന് കാഡിയോട് അയാൾ പറഞ്ഞു. അമ്മയുടെ മുന്നിൽ വെച്ച് തൊഴിലാളി ഇങ്ങനെ പറഞ്ഞപ്പോൾ കാഡിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിലായി. അന്നത്തേതുപോലെ ഇവനെ ഗേറ്റിന് പുറത്തേക്ക് പിടിച്ച് തള്ളിയാൽ ഈ അമ്മയ്ക്ക് സംശയമാവും. അതോടെ ഈ ആഭരണങ്ങൾ ഇവർ തന്നെ വിശ്വസിച്ച് തരാനും പോകുന്നില്ല. തൻ്റെ കൺമുന്നിലിരിക്കുന്ന ആഭരണങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും. ഇപ്പോൾ ഈ തൊഴിലാളിക്ക് അയാളുടെ പണം തിരികെ കൊടുത്താൽ ഈ ആഭരണങ്ങൾ മുഴുവൻ ഈ അമ്മ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കും. പിന്നീട് തനിക്കത് സ്വന്തമാക്കുകയും ചെയ്യാം. ഇങ്ങനെ ചിന്തിച്ച കാഡി പിന്നെന്താ തരാമല്ലോ എന്നും പറഞ്ഞ് വീടിനുള്ളിൽ പോയി തൊഴിലാളിയുടെ ബാഗും എടുത്ത് 1 രൂപ പോലും കുറവില്ല, എണ്ണി നോക്കിക്കോ എന്നും പറഞ്ഞ് ആ ബാഗ് തൊഴിലാളിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. തൊഴിലാളിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കാഡിയോട് നന്ദി പറഞ്ഞ് പിന്നെ 1 നിമിഷം പോലും അവിടെ നിൽക്കാതെ അയാൾ തിരികെ വീട്ടിലേക്ക് പോന്നു. തൊഴിലാളി തിരികെ പോയ അടുത്ത നിമിഷം തന്നെ ആ അമ്മയുടെ വേലക്കാരി ഉള്ളിലേക്ക് വന്നു. അവർ അമ്മയോട് പറഞ്ഞു, അമ്മ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സാർ തിരിച്ചു വന്നു. അതുകൊണ്ട് അമ്മയോട് എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ അമ്മ നീതിപതിയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നു. അതുകൊണ്ട് ഞാനിനി എവിടേക്കും പോകുന്നില്ല. ഇത്രയും പറഞ്ഞ് മേശപ്പുറത്തിരുന്ന ആഭരണങ്ങളെല്ലാം എടുത്ത് ബാഗിനുള്ളിൽ തന്നെ തിരികെ വെച്ചു. പോകുന്നതിന് മുൻപ് കാഡിയോട് ആ അമ്മ പറഞ്ഞു, എല്ലാവരും പറയുന്നത് വളരെ ശരിയാണ്. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. നിങ്ങളെപ്പോലുള്ളവരെ അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും പറഞ്ഞ് വേലക്കാരിയെയും കൂട്ടി ആ അമ്മ അവരുടെ വീട്ടിലേക്ക് തിരികെ പോയി. പക്ഷേ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കാഡി തൊഴിലാളിയോട് ചെയ്തത് ആ നാട് മുഴുവനും അറിഞ്ഞു. എല്ലാവരും കാഡിയെ വെറുക്കാൻ തുടങ്ങി, അകറ്റി നിർത്തി. അതോടെ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാതായ കാഡി തൻ്റെ സ്വത്തെല്ലാം വിറ്റ് എവിടേക്കോ പോയി. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരു പരിചയവുമില്ലാത്ത കാഡി എങ്ങനെയുള്ള ആളാണെന്ന് സ്വയം മനസ്സിലാക്കാതെ തൻ്റെ സമ്പാദ്യം മുഴുവനും അയാളെ ഏൽപ്പിച്ചതുകൊണ്ടാണ് തൊഴിലാളിക്ക് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ പരിചയമുള്ളവരെ വിശ്വസിക്കാമോ എന്ന ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം. പരിചയമുള്ളവരെ ആണെങ്കിലും അല്ലാത്തവരെ ആണെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവനാണോ, വിശ്വസിക്കാൻ കൊള്ളുന്നവനാണോ? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുമോ അതോ വിട്ടിട്ട് പോവുമോ? ഇതെല്ലാം സ്വയം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരാളെ വിശ്വസിക്കാൻ. വിശ്വസിക്കാം, അപ്പോഴും 100% അല്ലെങ്കിൽ പൂർണ്ണമായും ഒരാളെയും വിശ്വസിക്കരുത്. അനുഭവമാണ് ഓരോരുത്തരുടെയും ഗുരു.